അവർ ചാനൽ ആർട്ട് ഓഫ് ലൈഫ് സ്റ്റുഡിയോ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതായി കാണുന്ന എനർജി ബോൾസ് ആണ്. ഇത് ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു എനർജി ബോൾസ് ആണ്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗൾ ആൽമണ്ട് എന്ന് വെച്ചാൽ 1 ഫിസ്റ്റ് മതി, പിന്നെ ഒരു ലാർജ് ബൗൾ വാൾനട്ടും ഒരു ലാർജ് ബൗൾ ഡേറ്റ്സും. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാൾനട്ടിനെ നമുക്ക് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ഫോമിലാക്കാം. അത് പൗഡർ ഫോമിലായി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് സീഡ്ലെസ് ഡേറ്റ്സ് ആഡ് ചെയ്യാണ്. ഈ രണ്ടും കൂടെ നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബൗളിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് മിക്സി ജാറിലോട്ട് നമ്മൾ കുറച്ച് ബദാമും കൂടെ ആഡ് ചെയ്ത് അതിനെയും കൂടെ നല്ലതായിട്ട് പൗഡർ ഫോമിലാക്കുക. ഇനി ഈ 3 പൗഡർ ഫോമിലാക്കിയ ഐറ്റംസും കൂടെ നമ്മളൊരു ബൗളിലോട്ട് ആക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ധാരാളമായിരിക്കും. പിന്നെ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്കത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഓക്കെ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ആക്കിയെടുക്കാം. ഈ എനർജി ബോൾസ് നല്ലൊരു ഓപ്ഷനാണ് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാൻ വേണ്ടി. 1-2 ബോൾസേ കൊടുത്തു വിടാവൂ, ബിക്കോസ് ഇപ്പോൾ ചൂട് സമയമാണ്. ചൂട് സമയത്ത് ഡേറ്റ്സ് അധികം കഴിക്കാനും പാടില്ല. പിന്നെ ഈ എനർജി ബോൾസ് എയർ ടൈറ്റ് ബോക്സിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ 2-3 ദിവസം വരെ വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ കോക്കനട്ട് പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. സോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത്. നോ ബേക്കിംഗ്, നോ കുക്കിംഗ്. പിന്നെ നിങ്ങൾക്ക് കോക്കനട്ട് പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇറ്റ്സ് ഓപ്ഷണൽ. അപ്പോൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എനർജി ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.